അപ്പോൾ പാണിയേലിപ്പോരിൽ പോയിട്ടുള്ള വീഡിയോസാണല്ലോ ഞാൻ കഴിഞ്ഞതായിട്ട് വീഡിയോ ഇട്ടത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പെരുമ്പാവൂർ തന്നെയാണല്ലോ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പെട്ടെന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടേക്കും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റും കാട് തന്നെയാണ് കേട്ടോ. രണ്ട് സൈഡും കാടാണ്. പിന്നെ മൊത്തം ചീവീടുകളുടെ സൗണ്ടും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടുത്തെ ടൈമിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 6 മണി തൊട്ടും വൈകിട്ട് 6 മണി വരെ അങ്ങനെയാണ് കേട്ടോ അവിടേക്ക് നമ്മൾ ചെല്ലാൻ പാടുള്ളൂ എന്ന് അവിടെ എഴുതി അതാണ് സന്ദർശക ടൈം എന്ന് പറഞ്ഞിട്ട് അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ടൈമിങ്. അപ്പോൾ അതേ ഞങ്ങൾ നോക്കുകയാണ് കേട്ടോ. അതൊക്കെ നോക്കിയതേ രണ്ട് സൈഡും കാട് കണ്ടില്ലേ, നല്ല രസമുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ പോകാനുണ്ട്, പക്ഷെ പോയില്ല. ഇതാണ് അമ്പലത്തിൻ്റെ കുളമാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൽ നിറച്ചും ഇങ്ങനെ ഇലയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, കാടല്ലേ. അപ്പോൾ ആ ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. പിന്നെ കാടും അല്ലേ, നിറച്ച് കൊതുകൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മോൾ ഒട്ടും നിൽക്കണില്ല കേട്ടോ. അമ്മോൾ പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മോൾ ചേട്ടനെയും വിളിച്ചിട്ട് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചവിടെ ഇങ്ങനെ നിന്നു. പക്ഷേ എനിക്കിങ്ങനെ അമ്പലമായാലും രണ്ട് സൈഡും കാടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ്. പിന്നെ ഇവർ നടക്കണ പോലെ തന്നെ ഞാനും നടന്നു കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നടന്നേ. മൊത്തം ചീവീടുകളുടെ സൗണ്ടാണ് കേട്ടോ അവിടെ. ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. നോക്കുമ്പോൾ രണ്ട് വശത്തും കാടും എല്ലാം ഉണ്ടെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇരിങ്ങോൾക്കാവ് ടെമ്പിൾ. ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് അവർ പോയിട്ടോ. പിന്നെ അമ്പലത്തിൽ ഡെയിലി പൂജയൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ നാട്ടുകാരായിരിക്കുമല്ലോ വരണത്, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാണിയേലിപ്പോരും അതുപോലെ തന്നെ ഇരിങ്ങോൾക്കാവ് ടെമ്പിളും. നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നല്ല കാടും ഇങ്ങനത്തെ പച്ചപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ അമ്പലത്തിലും പോയി കണ്ടു പരിസരമൊക്കെ. എന്നിട്ട് പിന്നെ ഞങ്ങളതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ ആണിത്. മൊത്തം ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ പച്ചപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തോടൊക്കെ വെച്ച്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ ട്രിപ്പൊക്കെ കഴിഞ്ഞ്.